ഇപ്പോൾ അല്പം മുമ്പ് ദീപാദാസ് മുൻഷിയാണ് സംസാരിച്ചത്. ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലുള്ള MLA-മാരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാലിന്റെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് എന്ന കാര്യം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് മറ്റു നിരവധി ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത് എന്നാണ് ദീപാദാസ് മുൻഷി അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇത് സംസ്ഥാന കോൺഗ്രസിൽ ഒരു പുതുയുഗത്തിന് തുടക്കം കൂടി കുറിക്കുകയാണ്. അത് സംസ്ഥാന കോൺഗ്രസിൽ സമവാക്യങ്ങൾ മാറുന്നതിനു കൂടി ഇനിയിപ്പോൾ തുടക്കമായേക്കും. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് ചേരുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്നാണ് PR അരവിന്ദ് ചേരുന്നത്. അരവിന്ദ്, നേതാക്കളൊക്കെ കേരളത്തിലേക്ക് തിരിച്ചോ? ദീപാദാസ് മുൻഷി അല്പസമയം മുമ്പ് കേരളത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേക വിമാനത്തിൽ അവർ കേരളത്തിലേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പുതിയ MLA-മാർ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, അല്പസമയത്തിനകം തന്നെ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് പോകുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. KC വേണുഗോപാലുമൊപ്പം ഇപ്പോൾ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി ആ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ദീപാദാസ് മുൻഷി പുറത്തേക്ക് വന്നപ്പോൾ നടത്തിയ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതിൽ കൃത്യമായി തന്നെ ദീപാദാസ് മുൻഷി വ്യക്തമാക്കുന്നു, MLA-മാരുടെ പിന്തുണ അത് KC വേണുഗോപാലിന് ഏറ്റവും അധികമായി ഉണ്ടായിരുന്നു. കൂടുതൽ MLA-മാരും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണ്. പക്ഷേ മറ്റ് ഘടകങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയതായി ഇപ്പോൾ ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ജനവികാരമാണോ ഹൈക്കമാൻഡ് ഏറ്റവും അധികം കൂടുതൽ പരിശോധിച്ചോ എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ദീപാദാസ് മുൻഷി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ബഹളവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നതെന്നാണ് ദീപാദാസ് മുൻഷി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും VD സതീശനെ പരിഗണിച്ചു. നമുക്കറിയാം, നിരീക്ഷകർ കേരളത്തിൽ വന്ന് തിരിച്ച് മടങ്ങിയെത്തി കോൺഗ്രസ് അധ്യക്ഷന് റിപ്പോർട്ട് നൽകിയപ്പോൾ അതിൽ വ്യക്തമാക്കിയിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ പിന്തുണ, ഇതുകൂടാതെ തന്നെ ജനവികാരവും പൊതുവികാരവും എന്ന മാനദണ്ഡം അടക്കം നിരീക്ഷകർ കൃത്യമായി കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിരുന്നു. ഈ വിഷയങ്ങളിലായിരുന്നു കഴിഞ്ഞ ഇത്രയും ദിവസം ഡൽഹിയിൽ കൃത്യമായ ചർച്ചകൾ നടത്തുകയും ഇന്ന് രാവിലെയും KC വേണുഗോപാലിനെ നേരിട്ട് തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് കൃത്യമായി രാഹുൽ ഗാന്ധി ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് ഈ രണ്ട് നിരീക്ഷകരും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ദീപാദാസ് മുൻഷി രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഉടൻ തന്നെ കേരളത്തിലേക്ക് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.